नहमदुहु वनस्तईनुहु वनुमिनु बिहि वनतवक्कलु अलैहि वनऊदु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मय यहदिहिल्लाहु फला मुदिल्ल लहु व मय युद्लिल्हु फला हादिय लहु वनशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु वनशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्तक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अन्तुम मुस्लिमून। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അനുഗ്രഹീതരായ സൃഷ്ടിജാലങ്ങളാണ് അവന്റെ മലായിക്കത്തുകൾ. മലക്കുകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് അവർ മുഖറബീങ്ങളാണ് എന്ന് പറയുന്നതായിട്ട് കാണാം. മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ, അള്ളാഹു സംസാരിക്കുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പന പൂർണ്ണമായും അനുസരിക്കുന്നവർ, ഒരു ചെറിയ ലാഞ്ചന കൊണ്ടുപോലും അള്ളാഹുവിന്റെ കൽപ്പനകളോട് എതിര് നിൽക്കാത്തവർ. ഖുർആനിന്റെ ചില പദപ്രയോഗങ്ങൾ കിറാമൻ, അവർ അങ്ങേയറ്റം ആദരണീയരാണ്, അള്ളാഹുവിന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ് എന്ന് മലക്കുകളെ കുറിച്ച്, മലായിക്കത്തുകളെ കുറിച്ച് പറയുന്നതായിട്ട് കാണാം. ആ മലായിക്കത്തുകളിൽ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തം വിശ്വാസികളിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ആ മലക്കുകളിൽ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തം സത്യവിശ്വാസികളിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അവരാ ദൗത്യം അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയ അന്നു മുതൽ ഈ ലോകത്ത് നടപ്പിലാക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളിൽ അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നവരുണ്ട്, ഉൾപ്പെടാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നവരുമുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വമഅലൂമുൻ, അറിയണം, അന്ന ദുആഅൽ മലായികത്തി മുജാബുൻ, മലക്കുകളുടെ പ്രാർത്ഥന മനുഷ്യരുടേതുപോലെയല്ല, അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കും. ആ മലക്കുകൾ നമ്മൾ നമ്മുടെ ആയുസ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത്ര വർഷമായി ഈ ലോകത്ത് നമ്മൾ ജനിച്ചത് മുതൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അത് നമ്മുടെ നാട്ടിലും നമ്മുടെ മഹലിലും നമ്മുടെ കുടുംബത്തിലും നടക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന കിട്ടുന്ന ആളുകളും കിട്ടാത്ത ആളുകളുമുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മലക്കുകൾ പൂർണ്ണമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുവാൻ നമ്മളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നതിനെ കുറിച്ചാണ്. പൂർണ്ണമായ ശ്രദ്ധയോടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ 1, 2, 3 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് തുടർന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ നിയ്യത്തുണ്ടാകണം. കാരണം ഇതൊരു മഹാസൗഭാഗ്യമാണ്. അമ്പിയാക്കന്മാരിൽ
മുഹമ്മദ് നബിയും സഹാബാക്കളും ഇതിനു വേണ്ടി പരിശ്രമിച്ചവരാണ്. അതുകൊണ്ട് നമ്മളും പരിശ്രമിക്കണം. അതിലൊന്നാമത്തേത്, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയാൻ സമയം കണ്ടെത്തുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാണ്, നാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പരിഗണിക്കുക ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പരിപൂർണമായും പാപങ്ങളില്ലാതെ വരുന്ന ഹൃദയക്കാരെയാണ് അള്ളാഹ് പരിഗണിക്കുക. മനുഷ്യരായ നമ്മളിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും അബദ്ധമായും അല്ലാതെയും ഒക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും, ഉറപ്പാണ്. ആ തെറ്റുകുറ്റങ്ങളെ ഒരു കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ അപ്പോഴോ മാത്രം അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ആളുകളാകാതിരിക്കുകയും ഒരു ദിവസത്തിൽ 2 മിനിറ്റെങ്കിലും ജുമാഅക്ക് ശേഷം, ജമാഅത്തിന് ശേഷം, ഉറങ്ങുന്നതിന്റെ മുമ്പ്, ജോലിക്കിടയിൽ ആത്മാർത്ഥമായി 2 മിനിറ്റ് അവനവന്റെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകൾ അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരാൾ സമയം കണ്ടെത്തിയാൽ ആ കണ്ടെത്തുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഖുർആനിന്റെ ആയത്താണ്. ഇനി എന്താ പ്രാർത്ഥിക്കാന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. എന്താണ് അത്ഭുതപ്പെടുന്നത് അറിയോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് നമ്മുടെ ആയുസ്സിൽ എന്താണ് നഷ്ടപ്പെട്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾക്ക് സങ്കടം ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്ത് മുഅ്മിൻ 7 മുതൽ 9 വരെയുള്ള 3 ആയത്തുകളിൽ അള്ളാഹ് പറയാൻ, അവനാന്റെ ജീവിതത്തിൽ പടച്ചവനോട് തൗബ ചെയ്യുവാൻ ഒരു ദിവസത്തിൽ അല്പസമയം കണ്ടെത്തുന്നവന് അള്ളാഹുവിനോട് മലക്കൾ പ്രാർത്ഥിക്കാൻ, വഗ്ഫിർ ലില്ലദീന താബു, അള്ളാഹുവേ അതിന് സമയം കണ്ടെത്തുന്നവർക്ക് വേണ്ടി നീ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം. എണ്ണനട്ടോ മനസ്സിൽ. 1, നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കാൻ വേണ്ടി മലക്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. വഖിഹിം അദാബ ജഹീം, അള്ളാഹുവേ അവരെ നരകത്തിൽ നിന്നും നീ കാത്തു രക്ഷിക്കുകയും വേണം. 3, റബ്ബന വദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലത്തി വഅദ്തഹും, അള്ളാഹുവേ അവർക്ക് നീ ഓഫർ ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നീ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ നാഥ. അമ്പിയാക്കന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മഹാരഥന്മാരും അമ്പിയാക്കന്മാരും പ്രവേശിച്ച സ്വർഗത്തിൽ നാഥ നീ അവരെയും പ്രവേശിപ്പിക്കണമേ. പോരാ, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ മാതാപിതാക്കളെയും അവരുടെ കുടുംബത്തെയും മക്കളെയും നാഥ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നാഥ നീ അവർക്ക് പാപം പൊറുക്കണമേ. നാഥ നീ അവരെ നരകത്തിൽ രക്ഷപ്പെടുത്തണമേ. നാഥ നീ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. നാഥ അവരുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമേ. നാഥ അവരുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്വർഗം നൽകണമേ. നാഥ നീ അവരുടെ മക്കൾക്ക് സ്വർഗം നൽകണമേ. 6 കാര്യങ്ങളാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കട്ടോ. ഈ 6 കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നുണ്ട് നമ്മൾ. 2 മിനിറ്റിന് നമുക്ക് സമയമില്ലാത്തതിന്റെ പേരിൽ 2 മിനിറ്റിന് ജമാഅത്തിന് ശേഷം ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് പടച്ചോനോട്, നമുക്കറിയാലോ സോങ്ങളെ, നമ്മൾക്ക് ഏതായാലും ഒരാൾ പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ ഫോണിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമുക്ക് ദേഷ്യം വരുമ്പോഴും നമ്മളിൽ നിന്ന് വന്നിട്ടുള്ള സ്ഖലിതങ്ങൾ എത്രയോ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു കൊല്ലത്തിൽ ദേഷ്യം പിടിച്ച സമയത്ത് മാത്രം ഞാൻ നിങ്ങളും സംസാരിക്കുന്ന കാര്യം ഏതായാലും പടച്ചോരിഷ്ടപ്പെട്ട എത്ര കുറച്ചായിരിക്കും. അതിൽ മക്കളോട് പറഞ്ഞിട്ടുണ്ടാവും, ഭാര്യനോട് പറഞ്ഞിട്ടുണ്ടാവും, നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഫോണിലിടക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എത്രയോ പടച്ചോൻ ഇഷ്ടമില്ലാത്തതുണ്ടാവും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ കൊല്ലത്തിലൊരിക്കലാണോ? അല്ലല്ലോ. മാസത്തിലൊരിക്കലാ? അല്ല, ദിവസവും സംഭവിക്കുന്നുണ്ട്. എങ്കിൽ അള്ളാഹിനോട് നമ്മൾ നടക്കുന്ന പശ്ചാത്താപോ അത് കൊല്ലത്തിലൊരിക്കൽ, അതൊരു മാസത്തിലൊരിക്കൽ അല്ല. അത് പടച്ചോനോട് ഒരു 2 മിനിറ്റെങ്കിലും, അള്ളാഹുവേ എന്നിൽ നിന്ന് വന്ന സംസാരത്തിൽ വന്ന, പെരുമാറ്റത്തിൽ വന്ന, വാപ്പാണ്ടുമ്മാണും പെരുമാറുന്നതിൽ വന്ന, എന്റെ മക്കളോട് പെരുമാറുന്നതിൽ വന്ന, ഞാൻ എന്റെ സമ്പത്ത് ചെലവഴിക്കുന്നിടത്തുനിന്ന് അറിയാതെ സംഭവിച്ച കാര്യങ്ങൾ നാഥ നീ എനിക്ക് പുറത്തു തരണമേ, സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ 2 മിനിറ്റ് സമയം ചെലവഴിച്ചാൽ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്വർഗത്തിനും നമ്മുടെ നരകമോചനത്തിനും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കാൻ കാത്തിക്കാൻ. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഉമ്മാരോടൊക്കെ പറഞ്ഞു, ഉമ്മാരൊക്കെ വീട്ടിൽ നിന്ന്
നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കണം. ഉമ്മാര് സലാമാണ് വീട്ടി അസ്സലാമു അലൈക്കും എന്ന് തിരിയുമ്പോഴേക്കും മൊത്തം ഊരിയിട്ടുണ്ടാവും. 1 മിനിറ്റ് നിസ്കാരപ്പായിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരല്ല. അപ്പുറത്ത് കൂടെ പോണ കുട്ടിനെ കാണാ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ഉമ്മാന്റെ കുട്ടി വന്നാണ് വാരിപ്പുടർന്ന് ഉമ്മ വെക്കാൻ. ഞാൻ കുറ്റം പറയില്ല, ആ കുട്ടിന്റെ ഒപ്പാണ് ബാക്കി ഫുൾ ടൈം. നിസ്കരിച്ചിട്ട് ഒരു 1 മിനിറ്റ് പടച്ചോനോട് അവനാന്റെ കാര്യം പറയാൻ സമയം കണ്ടെത്തുന്നവന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനാണ്. മലക്കാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ നമ്മൾ ഉൾപ്പെടണം, നമ്മുടെ തീരുമാനം ഉണ്ടാകണം. രണ്ടാമത്തേത് നമ്മൾ മറ്റൊരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇസ്ലാം എന്ന മതത്തിന്റെ മനോഹാരിതയാണത്. ഇസ്ലാം എന്ന മതത്തിന്റെ മനോഹാരിത നമ്മളോട് അള്ളാഹ് പറയാൻ, നമ്മൾ ഓരോരുത്തരും വിളിച്ചിട്ട് പറയാൻ, നീ നിനക്ക് വേണ്ടി മാത്രം നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ പോരാ, നിന്റെ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും നീ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നീ അവരുടെ നന്മക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. പ്രവാചകന്റെ ഹദീസ് എന്താ അറിയോ? വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്ക്, മൻ ദഅ ലി അഖീഹി, ഒരാൾ മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് സഹോദരിമാർ മറ്റൊരു സഹോദരനോ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ബിളഹിരിൽ ഗൈബി, അയാൾ അവിടെ അല്ല, ബാപ്പാക്കാക, ഉമ്മാക്കാക, ഫ്രണ്ട്സിനാക, അധ്യാപകർക്കാക, നമുക്ക് അറിയുന്ന പണ്ഡിതന്മാർക്കാക, ആർക്കുമാകാം. നമ്മൾ അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ സ്വർഗത്തിന് വേണ്ടി, അയാളുടെ പാപം പൊറുക്കാൻ വേണ്ടി, അയാളുടെ ജോലി ശരിയാകാൻ വേണ്ടി, അയാളുടെ യാത്ര സുഖകരമാകാൻ വേണ്ടി, അയാളുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവർ നമ്മളോട് വസിയത്ത് ചെയ്ത പ്രാർത്ഥനകളാകാം. എന്തായിക്കോട്ടെ, അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫഖാലൽ മലക്കുൽ മുവക്കൽ, ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ. ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അല്ലാഹുവേ, നീ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. കഴിഞ്ഞില്ല, വലക ബിമിഥിലിഹി, ഈ പ്രാർത്ഥിച്ചതെല്ലാം പ്രാർത്ഥിച്ചവനും നൽകണമേ. നമ്മൾക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കാറിയോ? മലക്കാ പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റൊരു സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി അല്ലാഹ് അനുവദിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾക്ക് വേണ്ടി അതേ കാര്യം ലഭിക്കുവാൻ, അത് അർഹരാണെങ്കിൽ അത് ലഭിക്കുവാൻ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സഹാബി കടന്നു വന്നു. എന്നിട്ട് അബൂദർദാ അള്ളാഹിനെ അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ല, ഭാര്യ വന്നത്. ഭാര്യ ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അബൂദർദാ അള്ളാഹിനെ കാണാനാണ്, ഭർത്താവിനെ എക്കാക്കാനെ കാണാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വരവ് കണ്ടിട്ട് ഭാര്യ ചോദിച്ചു, അതുരീദു അൽ ഹജ്ജ ഹാദൽ ആം, എടാ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ടോ? ഇപ്രാവശ്യത്തെ ഹജ്ജിന് ഈ പോകുന്നുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അത് ഇപ്രാവശ്യം ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്. എങ്കിൽ ഫദ്ഉല്ലാഹ ലനാ ബിഖൈർ, എടാ ഞങ്ങൾക്ക് വേണ്ടി അള്ളാണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. നമ്മൾ പറയലുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാണ്ട് ഖൈർ കിട്ടാൻ അഥവാ സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് ഭാര്യ പറഞ്ഞെടുക്കാൻ, ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബത്തുൻ, നബി പറഞ്ഞത് ഓർമ്മല്ലേ? എടാ ഈ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ആ ഉത്തരം കിട്ടുന്നു മാത്രമല്ല, അതേ കാര്യം നിനക്ക് കിട്ടാൻ മലക്കും പ്രാർത്ഥിക്കും കേട്ടോ. നമ്മുടെ മനസ്സിന്റെ വിശാലത പടച്ചോൻ നിറയ്ക്കാൻ, അതോടൊപ്പം നമ്മൾ പറയാൻ, നമ്മൾക്ക് മലക്കുടെ പ്രാർത്ഥന കിട്ടണോ, നമ്മൾ മറ്റുള്ളവരുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നുകൂടി പറയാൻ, ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മക്കളുടെ ഖൈറിന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കാള് പ്രാർത്ഥിക്കും. നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പറയാൻ, നമ്മൾ നമ്മുടെ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മക്ക് ഖൈറിട്ടാൻ വേണ്ടി മലക്കാൾ പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. ഞാൻ വാപ്പാടുമാണ് പറയാൻ, വാപ്പാരന്മാരെ പ്രാർത്ഥന മക്കളെ ശീലിപ്പിക്കണം. വാപ്പാക്ക്, വല്യാപ്പാക്ക് നമ്മളെ ചെറുപ്പത്തിൽ സഹായിച്ച കുറെ ആൾക്കാരുണ്ടാവും. എടങ്ങേറായിരുന്ന സമയത്ത് നമ്മൾ പിടിച്ച ആൾക്കാരുണ്ടാവും. ഓർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. വാപ്പാരന്മാരെ പഠിപ്പിക്കണം, ഉറപ്പായിട്ടും പഠിപ്പിക്കണം. നമ്മൾ പറയണം, എടാ നമുക്കൊരു ചെറിയൊരു കാലഘട്ടത്തിൽ വാടകപ്പേരക്ക് പൈസ കൊടുക്കാനില്ലാത്ത സമയത്ത് ഇന്നാലിന്റെ കാക്ക പൗതി വാടക താമസിച്ചോണ്ടാട്ടോ അന്ന് കഴിഞ്ഞ് ഇക്കാക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പഠിപ്പിക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കണം. അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുകൂടി അവരെ പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, രണ്ടെണ്ണാണ്. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന കാമി എന്ന് പറയും. രണ്ട്, നമ്മൾക്കും അതുതന്നെ ലഭിക്കണം എന്നത് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മൂന്നാമത്തേത് നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു പുറപ്പെട്ടത് മുതൽ മലക്കുകളുടെ പ്രാർത്ഥന തിരിച്ചെത്തുന്നത് വരെ ഉണ്ടാവും. മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ.
ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. അത് അടുത്തുള്ള വീടാകാം, അകലുള്ളതാകാം, കുടുംബാകാം, പരിചയമുള്ളതാകാം, ചെറിയ രോഗമാകാം, വലിയ രോഗാകാം, എത്ര തവണ പോയതാകാം, ഏത് സമയത്തായിക്കോട്ടെ ഒരു രോഗിനെ നമ്മൾ സന്ദർശിച്ചാൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തും കൊടുത്താൽ, പ്രവാചകന്റെ ഹദീസ് അത്ഭുതപ്പെടുന്ന ഹദീസാണ്. മാമിൻ റജുലിൻ, നമ്മൾ ഒരാൾ, യഊദു മരീദൻ മുംസിയൻ, വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മൾ രോഗിനെ, ഇടവണ്ണുണ്ട്, പത്തപ്പിരിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മഞ്ചേരി ഉണ്ട്, കോഴിക്കോടുണ്ട്, നമുക്ക് കുടുംബസമേതം പോകാം, അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം, പള്ളിക്കെന്ന് ജമാഅത്തായിട്ട് നമുക്ക് ഇവിടെ എന്തോ പള്ളിക്കൊക്കെ വരുന്നൊക്കെയാണ്, എന്തൊരു പ്രയാസം, നമ്മൾ പോയി നോക്കല്ലേ എന്ന് പറഞ്ഞ് പോയി. നമ്മൾ പോയാൽ ഇല്ലാ ഖറജ മഅഹു, അദ്ദേഹം മാത്രമല്ല പോകുക. നമ്മൾ പോകുമ്പം നമ്മൾ മാത്രമല്ല പോകുക, നമ്മളും കുടുംബവും നമ്മളും ചങ്ങായിമാരും പോകുമ്പോൾ നമ്മൾ മാത്രമല്ല പോകുക. മഅഹു 70,000 മലക്കിൻ, 70,000 മലക്കുകളെ പടച്ചോ നമ്മുടെ കൂടെ പറഞ്ഞേക്കും. എന്തിനാ 70,000 മലക്കുകളെ രസങ്ങളെ? അവരുടെ ജോലി എന്താ? അവരുടെ ജോലി എന്താ? റൂട്ട് കാണിച്ചു തരാണോ? ആണോ? നമുക്ക് പൈസ തരാണോ? അല്ല. യസ്തഗ്ഫിറൂന ലഹു, രോഗിയെ കാണാൻ പോകുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചോനെ, ജോലി തിരക്കുകൾക്കിടയിലും അവനാന്റെ ഒഴിവ് സമയത്തിനിടയിലും നാഥാ നിന്റെ കൽപ്പന പ്രകാരം ഒരു രോഗിയായ മനുഷ്യനെ, പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ കാണാനും സഹായിക്കാനും വേണ്ടി പോകുന്ന ഇയാൾക്ക്, ഇവൾക്ക്, ഈ കുടുംബത്തിന്, ഈ കൂട്ടുകാർക്ക്, ഇവർക്ക് നാഥ നീ പാപമോചനം നൽകി സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ 70,000 മലക്കുകളെ രോഗസന്ദർശനത്തിന് വേണ്ടി പോകുന്നവരുടെ കൂടെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുക്കും. ഹത്താ യുസ്ബിഹ, അവരെത്ര വരെ പ്രാർത്ഥിക്കറിയോ? പിറ്റേ ദിവസം സുബഹി ആകുന്നത് വരെ. മഗ്‌രിബിൽ വൈകുന്നേരം പോയോന് സുബഹി വരെ 70,000 മലക്കളുടെ പ്രാർത്ഥന കിട്ടും. വിശ്വാസം ബാക്കി ഭരണവാക്കെന്നറിയോ? വകാന ലഹു ഖരീഫുൻ ബിൽ ജന്ന, അവസാനിപ്പിച്ചില്ല, സ്വർഗത്തിൽ അവന്റെ പേരിൽ അള്ളൊരു തോട്ടം എഴുതി വെക്കും. സ്വർഗത്തിൽ തോട്ടം എഴുതിയൊക്കെ പറഞ്ഞാലേ, കോഴിക്കോട് ടൗണില് 10.5 സെന്റ് സ്ഥലം അവനാന്റെ പേരിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിയാണ് പോകും. നമ്മള് സലാം വീട്ടി കഴിഞ്ഞാൽ അതിനൊരു 15 ദിവസം അവിടെ പട്ടിണി എടുക്കേണ്ടി വന്നാലും നമ്മൾ നിൽക്കേണ്ടത് ടൗണിലാണെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പിക. 15 സെന്റ് സ്ഥലം കോഴിക്കോട് ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡ് സൈഡിൽ നിനക്ക് വേണ്ടി എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? സ്വർഗാണ്, സ്വർഗാൻ. ചാട്ടവാറ് വെക്കുന്ന സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലമാണ് ദുനിയാവിലെ മുഴുവനും സ്ഥലത്തിന്റെ വിലയായി അള്ളാഹ് നിശ്ചയിച്ച്. സ്വിറ്റ്സർലാൻഡിനും ന്യൂസിലാൻഡിനും UK-ക്കും നമ്മൾ പോകുന്ന കാശ്മീരിനുമൊക്കെ അള്ളാഹ് നിശ്ചയിച്ച വില എത്രയറിയോ? നമ്മൾ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റിന് കോടിക്കണക്കിന് രൂപ വരുന്ന ദുബായിയുടെ സെന്ററിൽ പടച്ചോ നിശ്ചയിക്കുന്ന വില എത്രയറിയോ? സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലം. അവിടെ അള്ളാഹ് പറഞ്ഞത് നിനക്ക് വേണ്ടി ഒരു തോട്ടം ഞാൻ എഴുതി വെക്കും. നമ്മളെ മനസ്സിലുണ്ടാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നും അടയാളം വെച്ചിട്ട് രോഗിനെ സന്ദർശിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സോങ്ങളെ. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടോ, എല്ലാവരും നമ്മളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്. ആ തിരക്കൊണ്ടാണ് ഞാനടക്ക പറഞ്ഞു 2 മിനിറ്റ് പടച്ചോനോട് പശ്ചാത്തപിച്ച് മലക്കാളുടെ പ്രാർത്ഥന കിട്ടാൻ നമുക്ക് കഴിയാത്തത് ഈ തിരക്കൊണ്ടാണ്. അനിയന്ത്രിതമായ തിരക്ക്, വെറുതെ ഉണ്ടാക്കുന്ന തിരക്ക്, വെറുതെ ഉണ്ടാക്കുന്ന തിരക്കാണ്. രണ്ടാമത്തേൽ പെട്ടതാണ് രോഗിനെ സന്ദർശിക്കാൻ എത്രയോ ആൾക്കാർ. നമ്മൾ രോഗിയാകുമ്പോൾ നമുക്ക് അറിയില്ല സംഘങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന വർത്താനം പറഞ്ഞ 2 ആൾക്കാരൊക്കെ ഒന്ന് വന്ന് എന്തൊക്കെയുണ്ട് സുഖല്ല എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് സമാധാനം. എത്ര ആൾക്കാർ നമ്മളൊക്കെ കാണാൻ പൂതിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാർ ഒന്നിച്ച് വർത്താനം പറയാനും ഒന്നിച്ച് ചായ എടുക്കാനും എല്ലാത്തിനും പോയ പലരും രോഗികളായി പ്രായമായി നിൽക്കുമ്പോൾ നമ്മളൊന്ന് പോകണ്ടേ? ചിലരോടെങ്കിലും നമ്മളെ കുടുംബത്തെ ആൾക്കാർ പറയും ഓനൊന്ന് ഒഴിവുണ്ടാൻ മതി, ഇവിടുന്ന് വരാൻ വേണ്ടി പറയേണ്ടിട്ടോ. നമ്മളതിനെന്താ മറുപടി അറിയോ? ഇൻഷാ അല്ലാഹ് ഒഴിവുണ്ടാട്ടെ. നമ്മൾ അതിന്റെ ഉത്തരം ഒഴിവുണ്ടാട്ടെ എന്നല്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? എടാ നേരിട്ട് കാണാൻ പൂതിയാകുന്നുണ്ട്, അന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത്. പോകണം സൗങ്ങളെ, പോകണം. നമ്മുടെ ജീവിതത്തിൽ ഇതിന് നേരല്ല എന്ന് പറയില്ലേ യുവാക്കളെ? നമ്മളെ ചെക്കന്മാരും ആക്സിഡന്റ് പറ്റിക്കണോലേക്ക് കാണുമ്പോൾ ഈ നീയത്ത് ഉണ്ടാവണം. ഈ നീയത്തിന്റെ രസമായിട്ട് പോകുക, അവിടുന്ന് ആപ്പിൾ മുന്തിരി അതൊന്നും വിഷയമല്ല. പക്ഷെ ഈ നീയത്ത് ഉണ്ടാവണം. ഞാൻ രോഗിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ 70,000 മലക്കാളുടെ പ്രാർത്ഥന കിട്ടും. ആ നീയത്തിൽ പോയാൽ ഈ കൂലിട്ടും. പിന്നെ പോകാൻ നേരല്ല എന്ന് പറഞ്ഞ് ആ യുവാക്കൾക്ക് ഉണ്ടായിരുന്നു, ഒരിക്കലും ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇവിടുന്ന് ഏതെങ്കിലും യൂട്യൂബർ ഇന്ന സ്ഥലത്ത് പഴംപൊരിന്റെ കൂടെ ബീഫും കൂടി ഉണ്ട്, പുതിയ കട തുടങ്ങിക്കിട്ടാൽ നമ്മൾ പോകുമല്ലോ. വേറെ സ്ഥലത്തുണ്ട് മലന്റെ മുകളിൽ കയറുന്ന ഫുള്ള് മഞ്ഞാണ് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പോകും. നമ്മളെ നാട്ടിലത്തെ ഏതെങ്കിലും സാധുവായി നമ്മുടെ മഹലിൽ വന്ന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ചങ്ങായിമാരിൽപ്പെട്ട ആർക്കെങ്കിലും രോഗിയാവുമ്പോൾ നമ്മൾ പോകണം. മലക്കുകൾ 70,000 തവണ
നമ്മൾക്ക് 70,000 മലക്കൾ നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടും. സ്വർഗത്തിൽ അല്ലാഹു ഒരു തോട്ടം ഒരുക്കി വെക്കുകയും ചെയ്യും. ഇതെന്നെ ഹദീസിന്റെ ബാക്കി. രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെയും അല്ലാഹു മലക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് ഉണ്ടാക്കണം. നാലാമത്തേത് ഏതറിയോ? നാലാമത്തേത് വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന് ചൊല്ലുന്ന സമയത്ത് മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചൊല്ലുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, മാ മിൻ അബ്ദിൻ, ഒരടിമ, യുസല്ലി അലയ്യ, അയാൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്, നമ്മൾ മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുകയാണ് എങ്കിൽ ഇല്ലാ സ്വല്ലത്ത് അലൈഹി അൽ മലായിക, അയാളുടെ മേൽ മലക്കുകൾ പ്രാർത്ഥിക്കും. മാ സ്വല്ല അലയ്യ, എത്ര നേരമാണോ എന്റെ പേരിൽ സ്വലാത്തിലുണ്ട് അത്രയും നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചകന്റെ പേര് കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ആ സമയത്ത് മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇയാൾക്ക് നീ സ്വർഗം നൽകണമേ, ഇയാൾക്ക് നീ പാപമോചനം നൽകണമേ. നമ്മൾ സാധാരണ നമ്മൾക്കറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ സ്വലാത്ത് വാർഷികവും സ്വലാത്ത് പാർസലാക്കി അയക്കലും ഇതിനൊക്കെതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ പടവെട്ടുമാണ്. കാരണം അത് കച്ചവടമല്ല. പറഞ്ഞ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഒരു മാനക്കേട് പോലെയാണ് ചില ആൾക്കാരൊക്കെ ധരിച്ചിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ടത്തിന്റെ ഭാഗമാണ്, ഹുബ്ബിന്റെ ഭാഗമാണ്. അള്ളാഹുവും മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതാണ്, അള്ളയും മലക്കുകളും. എന്നാൽ വലിയ ഉള്ളാക്കിട്ട് വേണ്ട, പക്ഷെ കുറച്ചൊരു ശബ്ദത്തിൽ ചെല്ലുന്നത് പുതിയ കാലത്ത് നല്ലതാണ്. ഉറക്കല്ലോ, ഉറക്കല്ല. എന്തുകൊണ്ടെന്ന് പറയാം. നമ്മുടെ ചെറുപ്പത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾക്ക് ചൊല്ലാം എന്ന് നമുക്കറിയാം. നമ്മൾ അണ്ടർസ്റ്റുഡാണ്, നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ചൊല്ലും. എന്നാൽ പുതിയ കാലത്ത് നമ്മൾ മനസ്സിൽ ചൊല്ലുന്നുണ്ട് എന്ന് നമ്മുടെ മക്കൾക്ക് അറിയില്ല. നമ്മൾ മനസ്സിൽ ചൊല്ലുന്നുണ്ട് എന്നത് നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് അവർ ചെല്ലാത്തവരായി വളരുന്നു. ഉമ്മാരെ വാപ്പാരെ കുറച്ചുറക്കെ നമ്മൾ ചെല്ലണം. അപ്പോഴെന്തുണ്ടാവുമോ? പള്ളിയിൽ, വീട്ടിൽ, മക്കളിൽ, കുടുംബത്തിൽ ഇസ്ലാമികമായ അങ്ങനൊരു സംസ്കാരം വരും. ഏതുപോലെ ഒരു കാലഘട്ടത്ത് മയ്യത്ത് മറമാടുന്ന സമയത്ത് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളെല്ലാം അത് ഏറ്റു ചൊല്ലുകയുമായിരുന്നു. അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ. എന്നാൽ ഇന്ന് ഏറ്റു ചൊല്ലുന്നവർ ഇല്ല, ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നതില്ല, എല്ലാവരും ഒന്നിച്ചു ചൊല്ലുന്നു. ഇതാണ് ഇസ്ലാമിക സിസ്റ്റം. ഇങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കത്തിൽ. നമ്മൾ മനസ്സിൽ ചൊല്ലുമായിരുന്നു. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇതറിയാത്തത് കൊണ്ട് അവർ ചൊല്ലാതെയായി വരുന്നു. കുറെ ആളുകളുണ്ട്, പക്ഷെ എന്നാലും കുറച്ചു പേരെങ്കിലും ചൊല്ലുന്നില്ല, പെൺകുട്ടികളടക്കം. അവർക്ക് ഇതുണ്ടാകണമെങ്കിൽ രക്ഷിതാക്കളായി നമ്മൾ ഇന്ന് അവർ കേൾക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടാൽ ഉറപ്പായിട്ടും നമ്മൾ സ്വലാത്ത് ചെല്ലണം. പോരാ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം. നമ്മൾ 5 വക്ത് നിസ്കാരം ഇപ്പൊ ബാങ്ക് കൊടുത്തു, അതിനുശേഷം ബാങ്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ പ്രവാചകന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലും, പ്രാർത്ഥനയുടെ മുന്നിൽ സ്വലാത്ത് ചൊല്ലും. അതേപോലെ ഒരു മനസ്സിൽ ടാർഗറ്റ് വെക്കുക. കുറെ ഒന്നും പറഞ്ഞില്ല, പ്രായോഗികമായിട്ട് പറയണം. 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പം ഒരു നിസ്കാരത്തിന് ശേഷം 5 തവണയെങ്കിലും നടക്കുമ്പോ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് ചൊല്ലുക, ഫുള്ളാക്കുക. ഒരു നിസ്കാരത്തിന് 5 വട്ടം നടക്കുമ്പോൾ ചൊല്ലിയാൽ മതി, കിടക്കുമ്പോൾ ചൊല്ലിയാൽ മതി. ഒരു 25 വട്ടമെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് എന്ന് തീരുമാനിച്ചാൽ നമ്മൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞില്ല, ഇന്ന ഔലൻ നാസി ബി, നബി പറയാൻ യൗമൽ ഖിയാമ, പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ, അക്സറുഹും അലയ്യ സ്വലാത്ത്, എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണ്. അത് നമുക്ക് കിട്ടണം. നമ്മൾ തൗഹീദി മഹലിലെ ആൾക്കാരാണ്, നമുക്ക് കിട്ടണം. അതിന് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് വെറുതെ പറയില്ല. 5 വക്ത് നിസ്കാരത്തിൽ ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ 5 തവണയെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം 25 വട്ടെങ്കിലും പ്രവാചകന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏതായാലും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് അറിയോ? അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്താട്ടോ. അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്നത് ഹദീസിൽ വന്നിട്ടില്ല, സാന്ദർഭികമായിട്ട് പറയാൻ. ഇൻഷാ അല്ലാഹ് സംശയാരിക്കുന്നുണ്ട്, പിന്നീട് പറയാം. സയ്യിദിന എന്ന് ഹദീസിൽ വന്നിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്ന ആ സ്വലാത്ത്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്തും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക. 4 കാര്യങ്ങളാ പറഞ്ഞത്. ഈ 4നും പൈസക്ക് ചെലവുണ്ടോ? ആലോചിച്ച് നോക്കി. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കാര്യമാണ്. 1, 2 മിനിറ്റ് ഇരുന്നിട്ട് അവനാന്റെ പാപം പടച്ചോണ്ട് പറയാ, മലക്കാള് നമ്മക്കും കുടുംബത്തിനാ പ്രാർത്ഥിക്കുന്നത്. 2, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുഴുവൻ കാര്യം അവനാന് കിട്ടാൻ വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കും. ഞാനൊരാൾക്ക് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പം അയാൾ എന്റെ ജീവിതത്തിലും കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരാളുടെ രോഗം ശിഫയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പം എന്റെ രോഗം ശിഫയാകട്ടെ എന്ന് മലക്കളൻ പ്രാർത്ഥിക്കും. 3-മത്തേത് അവനവന്റെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-മത്തെ കാര്യമാണ് രോഗിയായ ഒരു മനുഷ്യനെ സന്ദർശിക്കുക എന്നുള്ളത്. ആ സന്ദർശനത്തിന് 70,000 മലക്കൾ പ്രഭാതം മുതൽ പ്രദോഷം മുതൽ പ്രഭാതം വരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരു തോട്ടം അല്ലാഹു നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ 4-മത്തേത് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുകയും പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവന് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും. ചൊല്ലുന്ന സമയത്ത് പോരാ, പരലോകത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലിയവന് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 5-മത്തൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് പറയാം. 5-മത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്ത്, അല്ലാഹുവും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളയും റസൂലും, വ അഹ്ലുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ളവരെല്ലാം, അള്ളയും റസൂലും പിന്നെ ആകാശഭൂമിയിലുള്ളവരെല്ലാം, ഹത്തൻ നംലത ഫീ ജുഹരിഹ, മാളത്തിലുള്ള ഉറുമ്പ് പോലും, വഹത്തൽ ഹൂത്ത്, കടലിലെ മത്സ്യങ്ങൾ പോലും, അഥവാ ഈ ലോകത്ത് ആരും ബാക്കിയില്ല, അവരൊക്കെ എന്ത് ചെയ്യും? ലയുസല്ലൂന അലൈഹി, ലയുസല്ലൂന അല, അവരെല്ലാം പ്രാർത്ഥിക്കും. ആർക്ക്? അൽ മുസ്ലിം, ഒരു മുസ്ലിമിന് വേണ്ടി. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? മുഅല്ലിമിൻ നാസി അൽ ഖൈർ, അയാൾ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നയാളാണ്. ജനങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി അല്ലാഹു, പ്രവാചകന്മാർ, ലോകത്തെ മുഴുവൻ ജന്തുജാലങ്ങളും, കടലിലെ മത്സ്യം പോലും അയാളുടെ അനുഗ്രഹത്തിന് വേണ്ടി പടച്ചോണ്ട് ദുആ ചെയ്യുന്നതാണ്. അതിലെന്താ നമുക്കുള്ള ഗുണപാഠം? ഒരാൾ ഒരു പണ്ഡിതനായാൽ, ആലിമായാൽ, അയാൾ ഇഖ്ലാസിലാണെന്ന് നിർവഹിക്കണമെങ്കിൽ അയാൾക്ക് ഈ കൂലി ഉണ്ടാവും. അയാൾ അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞില്ല, മക്കൾ എങ്ങനെ ആക്കാം? എങ്കിൽ ആ മക്കൾക്കും ഇതേ കൂലി ലഭിക്കും. അതാക്കിയ വാപ്പാക്കും അതിന്റെ ഭാഗമായിട്ട് ഉമ്മാക്കും ആ കൂലി കിട്ടും. ഇനി നമ്മൾക്കിതിനൊന്നും കഴിയുന്നില്ല സഹോദരങ്ങളെ, നമ്മൾക്കതിന് സാമ്പത്തികമായി ഒരാൾക്ക് നന്മ ചെയ്യാൻ, കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരു ദഅ്വാ പ്രവർത്തനം, ഒരു ദീനീ പ്രവർത്തനം, ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ, എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ട, ഇന്റെ വകയായിക്കോട്ടെ, ഇന്നത് സംഭാവന ദീനിയായി കൊടുത്താൽ അതിന്റെ ഭാഗമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. മലക്കൾ പ്രാർത്ഥിച്ചോളൂ. എന്റെ വീടിന്റെ മുറ്റത്താകട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. മലക്കളുടെ പ്രാർത്ഥന ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാകും. എന്നാൽ കഴിയുന്ന രൂപത്തിൽ 4 ആളുകൾ ഞാൻ ക്ഷണിക്കട്ടെ എന്ന് വിചാരിച്ചാലോ മലക്കളുടെ പ്രാർത്ഥന ഉണ്ടാവും. ഐഡിയ പറഞ്ഞു മാറിക്കണോനോ ഈ പ്രാർത്ഥന ഒന്നും ഉണ്ടാവില്ല. വയലറിഞ്ഞിട്ട് ആരാ നന്നായത്, ഇവിടെ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് നന്നായിക്കണോ, ഈ ഐഡിയ പറഞ്ഞോണ്ടല്ലോ. മരിക്കും വരെ ഐഡിയക്കാരൻ. മരിക്കും വരെ ഇന്ത്യ രാജ്യത്തിനെ പറ്റി ഓനൊരു ഐഡിയ ഉണ്ടാവും, കേരളത്തിലെ സർക്കാരിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും, നാടിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. ഓന്റെ ജീവിതത്തെ പറ്റി മാത്രം ഒരു ഐഡിയ ഉണ്ടാവില്ല.
അതങ്ങനെ ജീവിക്കും. എല്ലാത്തിനും വിമർശിച്ചിട്ടും എല്ലാത്തിനും കുറ്റം പറയും. സഹോദരൻ, അവനാന്റെ ജീവിതം അവനാ നോക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കർമ്മം ദീനിയായി പോയി ഖുതുബ ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റൊരാൾക്ക് ഇഷ്ടത്തിൽ അയച്ചു കൊടുത്താൽ അയാളത് കേട്ടാൽ അയാൾ നന്മ പ്രചരിപ്പിച്ചതിന്റെ കൂലിയും മലക്കാളുടെ പ്രാർത്ഥനയും കിട്ടും. അങ്ങനെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മനുഷ്യരുണ്ട്. നമ്മൾക്ക് എന്താണോ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ നമ്മൾക്ക് കഴിയുന്നത്, വീടാണോ, പൈസയാണോ, അധ്വാനാണോ, അറിവാണോ, അതിൽ നമ്മളെ കുട്ടികളുണ്ടായാൽ ആ കുടുംബത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കും. കഴിഞ്ഞില്ല ഇതുവരെ പറയാത്ത രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കടലിലെ മത്സ്യവും ഏതെങ്കിലും കുഴിയിലെയും ഗുഹയിലെയും ഉറുമ്പ് വരെ അയാളുടെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് നമ്മൾക്ക് ശ്രമിക്കാം. ഈ 5 കാര്യങ്ങൾക്ക് സഹോദരങ്ങളെ അധ്വാനങ്ങൾ വലുതില്ല, ഒരുപാട് സമയം വേണ്ട. പക്ഷെ നമ്മൾ തീരുമാനിക്കണം. എങ്കിൽ നാളെ പരലോകത്ത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിയവരെ പടച്ചോൻ മാറ്റി നിർത്തുമ്പം അതിൽ നമ്മുടെ പേരുണ്ടാകണം. നമുക്ക് തീരുമാനിക്കാൻ, ഞാനും എന്റെ കുടുംബം തീരുമാനിക്കണം. അള്ളാഹുവേ 2 മിനിറ്റ് പടച്ചോണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തും. ഒരു 25 തവണെങ്കിലും പ്രവാചകന്റെ പേരിൽ സ്വലാത്തല്ല ഞാൻ സമയം മാറ്റിവെക്കും. ഇന്നെക്കൊണ്ട് കഴിഞ്ഞവർ ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ 2 വട്ടെങ്കിൽ 2 ആളുകളെങ്കിലും ഇന്റെ ജോലിന്റെ തിരക്കിനിടയിൽ പോയിട്ട് കുടുംബത്തിലോ അയൽവക്കത്തിലോ മഹലിലോ എനിക്കറിയുന്ന ആൾക്കാർ രോഗികളെ സന്ദർശിക്കാൻ ഞാൻ സമയം കണ്ടെത്തും എന്ന് നമ്മളാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാകും. ആ അനുഗ്രഹത്തിനാണ് സ്വർഗം എന്ന് പറയാ. അതിനാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാഥാ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ കുടുംബത്തിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും വിജയവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, മലക്കുകളുടെ പ്രാർത്ഥന പൂർണ്ണമായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് ഞങ്ങൾക്കറിയാം നാഥ. അതിനർഹരാകുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതിനുവേണ്ടി നീയത്ത് ചെയ്യുവാനും അധ്വാനിക്കുവാനുമുള്ള തഖ്വയും ഈമാനും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.